ഭരണത്തിലേക്ക് വരുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും വളരെ സന്തോഷകരമായി വളരെ വിനയാന്വിതരായി ഇതുപോലെയുള്ള ജനാധിപത്യപരമായ നടപടികളിൽ ഏർപ്പെടും. പക്ഷെ ക്രമേണയായിട്ട് അത് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു മന്ത്രിമാർക്ക് പോലീസുകാരെ സന്തോഷമുള്ള കാര്യമേ പറയുള്ളൂ, അതാണ് പല പോലീസുകാരും. ശരിയാണ്, അത് മന്ത്രിമാർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇക്കോ സിസ്റ്റം എങ്ങനെ ഇതിനെ ഇത്ര ഗംഭീരമായി ഇത്ര സൂക്ഷ്മദൃക്കായി വിവരിക്കുന്ന സത്യസന്ധമായ അനുഭവങ്ങളിലൂടെ. ഈ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി ഒരുപാടുണ്ട്, 300-ലേറെ പേജുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം പറഞ്ഞ പോലെ ഇതിന്റെ ഒരു 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 പ്രതീകം ഈ ബിന്ദു തന്നെയാണ്. സമൂഹത്തിലെ ദുർബലരായ, സാമ്പത്തികമായും സാമൂഹ്യമായും ലിംഗപരമായും ഒക്കെ ദുർബലരായ വിഭാഗങ്ങൾക്ക് നേരെ നമ്മുടെ അധികാരികൾ, പ്രത്യേകിച്ച് പോലീസുകാരെ കുറിച്ചാണ്, പക്ഷെ ആ പോലീസുകാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സ്വയം വിമർശനപരമായി തന്നെയാണ് പലയിടത്തും ഹേമേന്ദ്രൻ. ഈ സർവീസ് സ്റ്റോറികളുടെ സ്വഭാവം പലപ്പോഴും അത് ഒരു പൊങ്ങച്ചം പറയുന്നതിനാവാം, അല്ലെങ്കിൽ കണക്ക് തീർക്കുന്നതിനാകാം, പരദൂഷണം പറയുന്നതിനാകാം, അതൊക്കെ ഉണ്ട് കുറേയൊക്കെ. പക്ഷെ ഇതിന്റെ വ്യത്യാസം സത്യസന്ധമായും ആത്മവിമർശനപരമായും അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഏറ്റവും അധികാരത്തിന് അതിൻ്റെതായ സ്വഭാവമാണ്. അതൊരു ഓട്ടോണമസ് സ്വഭാവം. അതായത് ഏത് രാഷ്ട്രീയ കക്ഷി അധികാരം മാറി മാറി വന്നാലും ഈ അധികാരത്തിന്റെ സ്വഭാവം ഏതാണ്ട് സമാനമാകുന്നതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇന്നലെ വരെ പ്രതിപക്ഷത്തിരുന്ന് പോലീസിന്റെ തെറ്റുകളെ കുറിച്ച്, അമിതാധികാര പ്രയോഗങ്ങളെ കുറിച്ച്, മർദ്ദനത്തെ കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ ഭരണപക്ഷത്ത് വരുമ്പോൾ പെട്ടെന്ന് പോലീസിന്റെ വീര്യം കെടുത്താൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ സമീപകാല ചരിത്രത്തിൽ പോലും കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ രണ്ട് ഗവൺമെന്റുകളുടെയും ഏറ്റവും മോശമായ മുഖം നമ്മൾ കണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ആയിരുന്നു. അത് ഈ അധികാരത്തിന്റെ സ്വഭാവം, അധികാരം